മിമിക്രിയിൽ നിന്ന് ടി വിയിലേക്കും ടി വിയിൽ നിന്ന് സിനിമയിലേക്കും സിനിമയിൽ തന്നെ ആദ്യം അപരനായി പിന്നെ നായകനായി അങ്ങനെ പല പല വേഴ്സറ്റൈൽ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ രസിപ്പിക്കുന്ന ടിനി ടോം ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഡഫേദാർ. എനിക്ക് പ്രൊനൗൺസിയേഷൻ ഫസ്റ്റ് കറക്റ്റ് ചെയ്തു, ഡഫേദാർ അല്ല ഡഫേദാർ ആണ് എന്ന്. അപ്പം ഞാൻ ആദ്യം ടീച്ചറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എന്താണ് ഈ സംഭവം ഡഫേദാർ എന്ന വാക്കിൻ്റെ അർത്ഥം ആക്ച്വലി നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, അറിയാത്തവർക്ക് വേണ്ടി ടിൻചേട്ടൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ. ഇപ്പം ഡഫേദാർ പുറകിലിരിപ്പുണ്ട്, ആ ഡ്രസ്സും പുറകിലിരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് പല രീതിയിലും സംസാരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഈ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർ ആണെന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ച് ഇത് എന്താണ് ഈ എന്താ പള്ളിയില എങ്ങനെ എന്തെങ്കിലും. യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ളൊരു സ്ഥാനം തന്നെയാണത്. കോടതിയിലും അതുപോലെ തന്നെ കളക്ടറേറ്റിലും ചെന്നാൽ ഇവരെ കാണാൻ സാധിക്കും. ഇതൊരു കളക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഒരു കളക്ടറിന് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ കഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൊരു ആളാണ്. അപ്പോൾ എന്നെ ഡഫേദാറായിട്ട് ഒരു കളക്ടറാണ് അനൗൺസ് ചെയ്തത്, നീ എൻ്റെ കാവലാണെന്ന് പറഞ്ഞിട്ട്. ഈ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരായിരിക്കും ഇവർ. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ചെണ്ടയൊക്കെ കൂട്ടിയിട്ട് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ ഒരാളിങ്ങനെ നടക്കാറുണ്ട്. ഈ പോകുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതെന്താണെന്ന് കാര്യഗൗരവമായിട്ട് അന്വേഷിച്ചത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ഈ റവന്യൂ ലോസ് നാട്ടിൽ നടപ്പാക്കുന്ന, അതായത് കുടിയൊഴിപ്പിക്കൽ, പുനരധിവാസം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. പല കളക്ടർമാരും പല ജഡ്ജസും ഇവരുടെ അടുത്ത് പോയിട്ട് റെഫറൻസ് ചോദിക്കുന്നു. കാരണം അവരിൽ കുറേ ഡോക്യുമെന്റ്സും കുറേ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. 1957 കുടിയൊഴിപ്പിക്കൽ നിയമം ഇവർക്ക് അറിയാൻ പറ്റും, പ്രായമായ ആൾക്കാർക്ക്. ഇപ്പൊ ഞാൻ ഡഫേദാർ അയ്യപ്പനാണ്, എനിക്ക് എന്തൊക്കെ റവന്യൂ ലോസ് ഉണ്ട് അതൊക്കെ അറിയാം. ഒരുപാട് കാലത്തെ ഡഫേദാർ ജീവിതം, അയ്യപ്പൻ എന്ന കഥാപാത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതായത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇവർ പ്രത്യേകിച്ച് വെറും തൊഴിലായിട്ട് മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്നവർ കൂടിയായിരിക്കും ഇവർ. കാരണം ഒരുപാട് ദുഃഖങ്ങൾ ഇവർ കണ്ടിട്ടുള്ളതാണ് ഒഴിപ്പിക്കുമ്പോൾ, ജപ്തി ചെയ്യുമ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിലൊരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളായി മാറും. അയ്യപ്പൻ അങ്ങനെ ഒരാളാണ്, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായി മാറി. അയാളുടെ മക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെലക്ഷൻ രസമാണ്. കാരണം എപ്പോഴും നോക്കിക്കോ, മക്കള് അച്ഛനേക്കാൾ ഉയരം വെക്കും. ഇപ്പൊ എൻ്റെ അച്ഛനേക്കാൾ ഉയരം എനിക്കുണ്ട്, എൻ്റെ മകൻ എന്നേക്കാൾ ഉയരം ഉണ്ടാവും. അപ്പൊ ഈ ദഫേദാർ അയ്യപ്പൻ്റെ മക്കള് വളർന്ന് വലുതാവുന്നതുകൊണ്ട് ചെറുപ്പമുണ്ട്. വലുതാവുമ്പോൾ ആരഭിനയിക്കും? എനിക്ക് 6'1" ഹൈറ്റ്. അപ്പോൾ എനിക്ക് എൻ്റെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ളവരെ കൊണ്ടുവരാനും പറ്റില്ല. നമുക്ക് ജോൺ അബ്രഹാമിനും അമിതാഭ് ബച്ചനെ അല്ലെങ്കിൽ അഭിഷേക് ബച്ചനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. മലയാളത്തിൽ തന്നെ കഴിവുറ്റവർ വേണം, അഭിനയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സുധീർ കരമന എന്ന എൻ്റെ സുഹൃത്തിനെ നോക്കിയപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല കഴിവുണ്ട്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു നടനെ കിട്ടി, അദ്ദേഹം നല്ല ഒത്ത മനുഷ്യന്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ നോക്കിയിരുന്നവരിങ്ങനെ വളർന്ന് വലുതാവും, നമ്മളെക്കാൾ വലുതാവും. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ വളർന്നുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കും, കുറേ കഴിയുമ്പോൾ നമ്മൾ പറയാതെ ആവും. അങ്ങനെ ഉയർന്ന് നമ്മളെക്കാൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇവരെല്ലാം വളർന്ന് വലുതായപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നോക്കാൻ സാധിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥാപാത്രമാണ് ദഫേദാർ അയ്യപ്പൻ. ഈ ദഫേദാർ അല്ലെങ്കിൽ ഹവിൽദാർ എന്നും പറയാറുണ്ട്. തഹസിൽദാർ, ശിരസ്തദാർ എല്ലാം ബ്രിട്ടീഷിലെ ആൾക്കാർ കൊണ്ടുവന്നതാണ്. അവര് കൊണ്ടുവന്ന പല ക്വാളിറ്റിയുള്ള സാധനം ഇപ്പോഴും ഉണ്ട്. നല്ല പാലങ്ങൾ, നല്ല ബിൽഡിങ്ങൾ. നമ്മൾ പണിതത് ഇപ്പോൾ കഴിഞ്ഞ വർഷം പണിത് ചിലപ്പോൾ പൊളിഞ്ഞു വിട്ടിട്ടുണ്ട്, പാലങ്ങൾ പൊളിയാറുണ്ട്. ഇവർ പണിതൊന്നും ഇപ്പോഴും പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ വെണ്ടുരുത്തി പാലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കപ്പൽ വരുമ്പോൾ പൊങ്ങുന്ന് പറയും. അതൊക്കെ അവർ കൊണ്ടുവന്നതാണ്. അതുപോലത്തെ ഒരു തസ്തികയാണ് അവർ കൊണ്ടുവന്ന തസ്തികയാണ്. ഇപ്പോഴും യൂണിഫോം പോലും നമ്മുടെ ആൾക്കാർ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ തുടരാണ്. മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയി കുറച്ച് കാലമായെങ്കിൽ പോലും മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും മണിച്ചേട്ടനെ പറ്റി പറയുമ്പം എല്ലാവരും ഉള്ളിലൊരു ഭയങ്കര വിഷമാണ്. മണിച്ചേട്ടൻ ചെയ്യാനിരുന്ന കഥാപാത്രമാണ് ഈ ചിത്രത്തിലേത്. ഇത് മണിച്ചേട്ടൻ ഒരു തിരിച്ചു വരേണ്ട ആവശ്യമുള്ള ഉണ്ടായിരുന്നില്ല, എങ്കിലും ജീവനുള്ള കഥാപാത്രത്തിലേക്കൊരു തിരിച്ചുവരവ് നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹത്തിന് കലാഭവമണിയാക്കിയത് ജോൺസൺ എസ്തഫാൻ എന്ന് പറയുന്ന ഈ പടത്തിന്റെ സംവിധായകൻ തന്നെയാണ്. വാസന്തി ലക്ഷ്മി എഴുതിയത് അദ്ദേഹമാണ്. കരുമാടിക്കുട്ടൻ എഴുതിയത് അദ്ദേഹമാണ്. ആകാശത്തിലെ പറവുകൾ. പിന്നെ പൊന്മുടിപ്പുഴയോർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അതില് ഒരു ചിരി കണ്ടാൽ പാട്ടില്ലേ, അരവിന്ദറും മീനാക്ഷിയൊക്കെ അതാണ്, മറ്റേ മധു വാര്യരെല്ലാം അഭിനയിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ അങ്ങനെ പിന്നീട് ഈ ഇതൊക്കെ തല്ലുകൊള്ളുന്ന കഥാപാത്രമായിരുന്നു. മണിച്ചേട്ടനോട് ഭയങ്കര സിമ്പതി ആൾക്കാർക്ക് ഉണ്ടാവുകയും നാഷണൽ ലെവലിൽ വരെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പുള്ളിക്ക് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ആരെങ്കിലും തല്ലണം എന്നുള്ളൊരു പുള്ളി ആവേശമുള്ള ഒരാളാണ്. അപ്പോൾ വേറെ ചില കഥകളിലേക്കൊക്കെ മാറി. ഒരുപാട് ഹിറ്റ് പടങ്ങളുണ്ടായി, ബെൻ ജോൺസൺ. അപ്പോൾ അദ്ദേഹം കുറച്ച്
ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക് മാറി. പിന്നീട് വീണ്ടും യാഥാർത്ഥ്യമുള്ള ഒരു കഥാപാത്രത്തിലേക്ക് വരണമെന്ന് ഇഷ്ടം ജോൺസൺ എസ്തപ്പാനോട് പറയുകയും അദ്ദേഹം ഒരു 5 വർഷമായിട്ട് ഇത് കൊണ്ടു നടക്കുകയാണ്. പുള്ളി അതിന് തയ്യാറാവുകയും സ്ക്രിപ്റ്റ് കേട്ടിട്ട് മണിച്ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാന്ന് പറഞ്ഞു. അത്രയ്ക്ക് കാമ്പും ഡെപ്തുള്ള ക്യാരക്ടറാണ്. പക്ഷെ മണിച്ചേട്ടൻ ആയുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസ്കൃതങ്ങളൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതൊക്കെ എന്നെ കൊണ്ട് പറയാൻ സാധിക്കും എന്നുള്ള അദ്ദേഹത്തിന് പേടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ കാണാം, ദ ഫെദർ പൂജ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് നിറയും. കാരണം പുള്ളി അത്രയും ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് പ്രസംഗിക്കുന്നത് കാണണം. പുള്ളി പറഞ്ഞു എനിക്ക് മാർക്കറ്റില്ല, പക്ഷേ ഒരു മാർക്കറ്റ് ഉണ്ട്, ചാലക്കുടിയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറഞ്ഞു ആ മാർക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ആഗ്രഹിച്ച, പക്ഷെ അത് നടന്നില്ല. ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം മാഷിൻ്റെ മനസ്സിലുള്ള എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് മണിച്ചേട്ടൻ്റെ മകനായിട്ടുള്ള കാര്യം. എനിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ, മണിച്ചേട്ടൻ്റെ ഹൈറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഇത് മണിച്ചേട്ടൻ്റെ ചെത കത്തുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം മാഷായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല എനിക്ക്. മാഷപ്പുറത്തായിരുന്നു എൻ്റെ സുഹൃത്തുണ്ട് സന്തോഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സന്തോഷ് മണിച്ചേട്ടൻ്റെ കൂട്ടുകാരനാണ്, എസ്തപ്പാൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം നടുക്കുന്ന ഒരു പില്ലറാണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ടെനി ഇത് കഥ ഒന്നും കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ കേൾക്കാം, എന്നിട്ട് ഏതെങ്കിലും വഴി ആരെങ്കിലും എടുത്തും സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരെടുത്ത് ആരെങ്കിലും കേൾപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. എനിക്ക് മകനായിട്ട് അഭിനയിക്കാമല്ലോ. അങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്നാളുടെ അടുത്ത് പോകാം, ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നേരിട്ട് എൻട്രി ഉണ്ട് ഇവരുടെ അടുത്തൊക്കെ. ഏത് സ്റ്റാറിൻ്റെ അടുത്ത് ചെന്നാലും എനിക്ക് നല്ല, കാരണം ഞാൻ ഇതുവരെയായിട്ട് അവരെയൊന്നും കഥ കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ കേൾപ്പിക്കാൻ ചെല്ലുമ്പോൾ നല്ലതായിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇത് നല്ലതാണെന്ന് വിശ്വാസം വന്നതുകൊണ്ട് ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വേറെ ആരും കേൾപ്പിക്കണ്ട. മാഷ് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ. ഞാൻ ചിരിച്ചു. കാരണം ഞാനോ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം നടക്കാത്ത കാര്യമാണല്ലോ. ഞാൻ 65 വയസ്സല്ല, ഞാൻ വെറുതെ തമാശയിട്ട് അത് നടക്കുമോ മാഷ്? ടിനിക്ക് പറ്റും. ടിനീനെ ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പല പടങ്ങളും ഇപ്പോൾ രഞ്ജിയുടെ പടങ്ങൾ തന്നെ വളരെ സീരിയസ് ക്യാരക്ടേഴ്സൊക്കെ ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെന്നിൽ കണ്ട മേന്മ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കടലിൽ ചടിയത് പോലെയാണ്, ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും, അത് അവസാനിപ്പിക്കുക, നന്നായിട്ട് വരാറുണ്ട്. അങ്ങനെയാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് മാഷ് പറഞ്ഞ് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്, നമ്മുടെ ഷൂട്ടിംഗ് ടൈം പെട്ടെന്ന് തന്നെ നടക്കും, അപ്പോൾ അതുകൊണ്ട് വണ്ണം കുറയ്ക്കണം. അപ്പോൾ 13 കിലോ കുറക്കാൻ പറഞ്ഞു. 10 കിലോളം കുറക്കാം. ഞാൻ 13 കുറച്ച്. അഭിനയം നന്നാവും 3 കിലോ കൂടി കുറച്ച്. പക്ഷെ കിലോ കുറച്ചുകൊണ്ട് അഭിനയം നന്നാവണമെന്നില്ല. ഗെറ്റപ്പ് മാറിയാലും പഴയ അഭിനയം ഉള്ളൂ. ഇനി അഭിനയം മാറ്റണം, ശബ്ദം മാറ്റണം. ഇതെല്ലാം സഹായിച്ചത് മിമിക്രി കാരണമാണ്. അപ്പം ഞാനത് പലതും ടെസ്റ്റ് ചെയ്തു. ആരെ റെഫറൻസ് എടുക്കാൻ പറ്റില്ല, കാരണം തിലകൻ ചേട്ടനും നെടുമുടി വീണുമൊക്കെ വന്നാൽ ആൾക്കാർ അപ്പം തന്നെ മനസ്സിലാവും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ മണിച്ചേട്ടന് ശേഷം നഷ്ടപ്പെട്ടതാണ് എൻ്റെ അച്ഛന്. കഴിഞ്ഞ മണിച്ചേട്ടൻ മരിച്ച ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. എൻ്റെ ഫാദറിൻ്റെ മുഖത്ത് തന്നെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫാദർ തന്നെ ആയി മാറാം എന്ന ചിന്തയിലേക്ക് എനിക്ക് വന്നു. അദ്ദേഹത്തിനെ തന്നെ അനുകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ നടപ്പും ഒക്കെയാണ് ഞാൻ ഇതിൽ. അതെൻ്റെ ഫാദറിന് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷൻ കൂടിയായിരുന്നു. ഞാൻ ചിരിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് മണിച്ചേട്ടനെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനായിട്ട് കരയിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചെയ്യാനിരുന്ന കഥാപാത്രമായിരുന്നു എന്നൊക്കെയുള്ള തോന്നലിടയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയമായിരുന്നു ഇത് എടുക്കാൻ. എൻ്റെ അമ്മ ചോദിച്ചു, മണിക്ക് ഇഷ്ടപ്പെടുമോ നീ ചെയ്യുന്നത്? ഞാൻ മണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. ചേച്ചിയെ പോയി കണ്ടു, വൈഫിനെ കണ്ടു, മോൾക്ക് ഞാൻ മിഠായിയൊക്കെ കൊടുത്തു. ഞാൻ ചെതയുടെ അവിടെ കത്തിച്ച് അവിടെ പൂക്കളിട്ടിരുന്നു, അവിടെ പോയി നിന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ അവിടെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഞാൻ ബാക്കിലൊരു കാറ്റ് വീശുമെന്ന് പറഞ്ഞു. ഇത് വെറുതെ സിനിമയ്ക്ക് വേണ്ടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല, എന്തോ ഒരു ആംബിയൻസ് ഞാൻ അങ്ങനെ കേട്ടു. എനിക്കെൻ്റെ ഭയം ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചെയ്തോട്ടെ. ആ ഒരു എനർജി ആയിരിക്കും ഇത്രയും പെട്ടെന്നൊരു സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഞങ്ങൾ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിന് 3 വർഷം എടുത്തു പ്രാവർത്തികമാകാൻ. പക്ഷെ ഇതെനിക്കൊന്ന് 3, 4, 5 മാസം കൊണ്ടൊരു പടം പൂർത്തിയാക്കി. അതും ഇളയരാജ എന്ന് പറയുന്ന മ്യൂസിക്കൽ മെസ്ട്രോൻ്റെ കരവിരുതിൽ ഒരുക്കിയിരിക്കുന്ന സംഗീതവും ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മണിച്ചേട്ടൻ്റെ സപ്പോർട്ട് തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല ചില ശക്തികൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് നടന്നു പോകുന്നുള്ളതാണ്. കർക്കിടകത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മുഴുവൻ മഴ ടൈമാണ്, ഔട്ട്ഡോറാണ് ഏറ്റവും കൂടുതൽ. ദൈവമാണ് കൺട്രോളർ. ദൈവത്തിനടുത്ത് കാലത്ത് പറയുന്നത് മഴ പെയ്യരുത്, അന്ന് പെയ്തിട്ടില്ല. 1 കിലോമീറ്ററിന് അപ്പുറം വരെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ പെയ്തിട്ടില്ല. ഇതൊന്നും ഞാൻ എക്സ്ട്രാക്കി പറയുന്നതല്ല, ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത്. തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറം ചെന്നപ്പോൾ നിറച്ച് വെള്ളം കിടക്കുന്നു. അപ്പോൾ ഏതോ ശക്തികൾ എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ ശക്തിയുടെ കൂടെ ഞാൻ നിന്നു. എനിക്ക് തന്നെ അറിയില്ല, ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഞാൻ അത്ര ഗംഭീര അഭിനയം കാഴ്ചവെച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ പല കാര്യങ്ങളും. ഇപ്പോൾ മണിച്ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അതാണ് നമുക്ക് എപ്പോഴും നിർമ്മാതാക്കളുടെ പേര് പറയാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പക്ഷേ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഒരു മാതാവ് തന്നെയാണ്, ഒരു അമ്മയാണ്. അമ്മയുണ്ടെങ്കിലേ ജന്മം നടക്കുകയുള്ളൂ. അപ്പോൾ അവരാണ് ഈ കുഞ്ഞിന് ജന്മം നൽകിയത്. അത് ജിക്സൺ ജിനു.
അവർ വേറെ ബിസിനസ്സിലുള്ള ആൾക്കാരാണ്, പക്ഷേ കലയോടുള്ള ഇഷ്ടം കൊണ്ട്, മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, എന്നെ വിശ്വസിച്ചുകൊണ്ട്, എന്നെയൊക്കെ വെച്ച് പടം ചെയ്യണമെങ്കിൽ തന്നെ ധീരതക്കുള്ള അവാർഡ് കൊടുക്കണം. അവർ കയ്യിലിരിക്കുന്ന കാശ് നമുക്ക് സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ഇതിന് അങ്ങനെ എത്രയോ പേരുണ്ട്, എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ട്. പക്ഷെ വാല്യൂ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അത് ചിലർക്ക് മാത്രമാണുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഈ പറയുന്ന മൂല്യമില്ലാത്ത എന്നെ വെച്ചിട്ട് അവരാകെ കണ്ടത് ഇതിൻ്റെ കഥയുടെ മൂല്യവും എന്നിലുള്ള ചെറിയ കഴിവ് അവർക്ക് വിശ്വസിച്ചു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് ജിക്സണും ജിനുവും. അവർക്കാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. ഒരുപാട് കഥകളുള്ളൊരു കഥയാണ്, ഒരുപാട് ഡൈവേർഷൻസും, അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറും ഓരോ റേഞ്ചിലുള്ള ക്യാരക്ടേഴ്സാണ്. ആരും ചെയ്യാത്ത രീതിയിലുള്ള. ദേവൻ ചേട്ടൻ വരുന്നത് ഒരു തമിഴ് ബ്രാഹ്മിൻ കളക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ മാളവിക നായർ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കുട്ടിയാണ്, അറിയാലോ. അവള് വളരെ അതായത് ഫസ്റ്റ് എൻട്രിയാണ് ഹീറോയിനായിട്ട്, ഇനി തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടുകയാണെങ്കിലാണ് ഇനി നന്നാവുക. അപ്പോൾ നായിക പ്രാധാന്യമുള്ളൊരു ചിത്രമാണ്. പിന്നെ ഇന്ദ്രൻ സേട്ടൻ ഇപ്പോൾ അറിയാലോ, ഒരു കൊമേഴ്ഷ്യൽ എന്ന് മാത്രമല്ല ആർട്ട് സെക്ഷനിലേക്കും പുള്ളി കടന്നു. അപ്പോൾ രണ്ട് തിരിക്കാൻ പറ്റില്ല മലയാള സിനിമ. പക്ഷേ ഇത്രയും കഴിവുറ്റ ഒരു പ്രതിഭയാണെന്ന് പല ചിത്രങ്ങളിലും അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ പിതാവായിട്ട് അഭിനയിക്കുന്നു. കരമനസുധീർ എനിക്ക് തോന്നുന്നു ഇന്നിറങ്ങുന്ന എല്ലാ ചിത്രത്തിൻ്റെയും ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്, ചില ചിത്രങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും കാമ്പുള്ളൊരു കഥാപാത്രമാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹം വന്നത്. അതുപോലെ തന്നെ ജയകൃഷ്ണൻ, അദ്ദേഹം ഒരുപക്ഷെ സിനിമാ ജീവിതത്തിൽ നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. കലാബർ റഹ്മാൻ, അദ്ദേഹത്തിന് ടേണിംഗ് പോയിന്റ്. എല്ലാവരും ജീവിത പ്രശ്നമായിട്ടുള്ളൊരു സിനിമയാണ്. അതെ, എല്ലാവരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ക്യാരക്ടർ കിട്ടുക എന്നല്ല. അപ്പം അങ്ങനെ ഒരുപാട് കാമ്പുള്ള കഥാപാത്രമാണ് ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും. ഇവർക്ക് എല്ലാവർക്കും ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കവിതാ നായർ ടി വിയിൽ ഇതുപോലെ തന്നെ പ്രസന്ററാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലും ഇതുവരെയായിട്ട് കഥാപാത്രം ചെയ്തിട്ടില്ല, പക്ഷേ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. കവിതാ നായർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ് കവിതയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. 2 ഏജ്, 2 കാലഘട്ടം, അത് വളരെ മനോഹരമായിട്ട് ഏജ് ക്യാരക്ടറും ചെറുപ്പത്തിലുള്ളൊരു അത് നമുക്ക് ആ ഷെയ്ഡ് അസാധ്യമായിട്ട് ചെയ്യാൻ ചാൻസ് ചെയ്യും. അപ്പോൾ ഇവർക്കൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയുന്നത് ഇങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴാണ്. പിന്നെ ഞങ്ങളെല്ലാം അണിനിരക്കുന്നത് രാജാ സാറിനെ പോലുള്ള ഒരാളുടെ. അപ്പോൾ എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്നുണ്ട് രാജാ സാറിൻ്റെ പാട്ട് ശരിക്കും പാടാനും അല്ല അദ്ദേഹത്തിൻ്റെ ഈരടിയിൽ. അപ്പം നമ്മുടെയൊക്കെ ഒരു പടി മുകളിലാവും നമ്മൾ പുള്ളിയുടെ മ്യൂസിക് കൂടി വരുമ്പോൾ. അപ്പോൾ ആരും ഇതിലും മോശമായിട്ടില്ല. എല്ലാവരും വെറുതെ വെറുതെ ചിരിച്ചങ്ങ് പോകാനുള്ളതല്ല. ഇതെന്നും മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും എന്നുള്ളത് അത് സംശയമില്ല. ടിൻചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ജോൺസൺ എസ്തപ്പാൻ ഒരുപാട് സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണിത്. അല്ലല്ല, ഇതിനു മുമ്പ് പൊന്മുടിപ്പുഴ അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമ. പിന്നെ പുള്ളി മീഡിയ ഫ്രണ്ട്ലി അല്ല, പുള്ളി ഒരിത്തിരി ഉൾവലിയുന്ന ഒരാളാണ്. വളരെ ഒതുങ്ങി നടക്കാനും അന്നാ മാറി നിന്നിട്ട് കുറെ തമാശകൾ പറയെങ്കിലും അദ്ദേഹം ലോഹിതദാസ് എന്ന് പറയുന്ന ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒന്നെന്നൊക്കെ പറയുമ്പോൾ നമ്പർ 1. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 8 വർഷം സന്തത സഹചാരിയായിട്ട്, അസിസ്റ്റൻ്റായിട്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ അപ്രോച്ച്. ആ ഒരു രീതിയിലുള്ള ആ കാലഘട്ടത്തിലുള്ള സിനിമ പോലെ വളരെ കഥാമൂല്യമുള്ള ചിത്രമാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് സുധാകരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സുഖുവേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. 15ഓളം സിനിമകൾക്ക് ക്യാമറ വർക്ക് ചെയ്തു. ദിലീപേട്ടൻ്റെ ഉൾപ്പെടെയുള്ള പല ഹിറ്റ് ചിത്രങ്ങളുടെയും കഥാനായകൻ്റെ അദ്ദേഹമായിരുന്നു പ്രധാന ക്യാമറമാൻ. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് നാഥൻ മണ്ണൂർ, ഈ പുണ്യാൾ നഗർബത്തീസ്, പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ സിനിമകൾ പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത് അതിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഒരു അവാർഡ് വിന്നറാണ്. കുമാർ എടപ്പാൾ എന്ന് പറയുന്ന കോസ്റ്റ്യൂമർ, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ മൊയ്തീൻ, കുറേ പടങ്ങളുണ്ട് പറയുമ്പോൾ എടുത്ത് പറയുമ്പോൾ മൊയ്തീൻ എന്നുള്ള രാജുവിന് വേണ്ടി കോസ്റ്റ്യൂം അവർക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ബഞ്ച് ഓഫ് എല്ലാ സിനിമയിലും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സിനിമയാണ്. പുരസ്കാര ജേതാക്കളാണ്. ഞാൻ മാത്രമേ ക്ലബിന്റെ അവാർഡ് കിട്ടിയ ആള്. ബാക്കി എല്ലാവരും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ അംഗീകാരം കിട്ടിയിട്ടുള്ള അവാർഡ്. എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ആഗ്രഹങ്ങളാണ് നമ്മുടെ നിരാശയുടെ കാരണം എന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ജോലി കൃത്യമായിട്ട് ചെയ്യാന്നല്ലാതെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാറില്ല. ചിലത് നന്നാവാറുണ്ട്, ചില വരച്ചാണല്ലോ നന്നാവുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നമ്മളെ പെട്ടെന്ന് നമ്മൾ തന്നെ എത്തിച്ചു വരും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതാ ദൈവനിയോഗമാണ്. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കിട്ടാത്തതിൽ എന്താണ് വിഷമം തോന്നുന്നത്. പക്ഷെ അത് സാവധാനം എനിക്ക് നന്മയ്ക്കേ ഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ റെക്കഗ്നൈസ് ആയില്ല എന്നുള്ളൊരു ആദ്യം വിഷമമുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ രഞ്ജിയേട്ടൻ്റെ മമ്മൂക്കയുടെ ഒപ്പം പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിലൂടെ അപ്പം അതിനെ വേറെ സിനിമയിലൊക്കെ ആയിരുന്നു എനിക്കൊരു കേസ് കിട്ടില്ല. ആരും എന്നെ വെറുത്തിട്ടില്ല, ഭയങ്കര സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലെങ്കിലും ആരും എന്നെ കാണുമ്പോൾ അങ്ങനെ കാണിക്കില്ല. ആ ഒരു ലൈക്സ്, ആ ഒരു ഇഷ്ടം എന്ന മനസ്സിൽ എല്ലാവരുടെയും ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്.
എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണോ അതോ കുറച്ച് മുന്നേ ഉള്ള സമയമാണോ കാണിക്കുന്നത്? ഈ കാലഘട്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ, ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ പടം ആ കാലഘട്ടത്തിലെ പടം തന്നെയായിരുന്നു. പലരും സംശയിച്ചു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കിടക്കുന്നത്. പല ഇപ്പോഴും മുണ്ടും ഷർട്ട് ഇട്ട് കിടക്കുന്നവർ ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. എല്ലാവരും ന്യൂജനായിട്ടുള്ളതല്ല ജീവിക്കുന്നത്. മൾട്ടിപ്ലക്സിൽ വരുന്നവർ മാത്രമല്ല, അല്ലാണ്ട് ജീവിതങ്ങളുണ്ട്. അതുപോലെ ഇതൊരു അർബൻ പടമാണെന്ന് പറയുന്നില്ല, ഒരു റൂറൽ പടമാണെങ്കിൽ ഇതിൽ അർബൻ രീതിയിലാണ് എൻ്റെ നായിക പ്രസന്റ് ആവുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിലുള്ളവരില്ലേ, എൻ്റെ ഫാദറും മദറൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റും. അവരും ജീവിക്കുന്നുണ്ട്, അവർക്കും കഥകളില്ലേ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ കഥ തന്നെയാണ്, ഇപ്പൊ പറയേണ്ട കഥ തന്നെയാണ്, ഇപ്പൊ നടക്കുന്ന കഥ തന്നെയാണ്. 35 വർഷം 40 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് അവരുടെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പലർക്കും ബുദ്ധിമുട്ടാണ്. ആ ഒരു റുട്ടീൻ മാറി കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്ന കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം HMT-ന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തത്. എൻ്റെ മകളല്ല, എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടി. നമ്മൾ ഭയങ്കര ഫാമിലി ഒന്നും ആയിരുന്നല്ലോ, വലിയ ഫാമിലിയൊക്കെ ആയിരുന്നു. പിന്നെ ദാരിദ്ര്യം അനുഭവിച്ചിട്ട് വന്നുള്ള ഒരു കുടുംബമാണ് എൻ്റെ. അപ്പോൾ അവളെ കെട്ടിക്കാനുള്ള കാശിന് വേണ്ടിയിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്താണ്. പക്ഷേ അദ്ദേഹത്തിന് കാലത്ത് 7 മണിക്ക് ജോലിക്ക് പോവുകയും വൈകിട്ട് അതല്ലാത്തൊരു ജീവിതം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ജോലി തിരികെയാണെങ്കിൽ നാളെ ഞാൻ എന്താണെന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകണ്ട, കുളിക്കണ്ട, ഒരു കാലത്ത് എഴുന്നേറ്റ് 7 മണിക്ക് റെഡി ആവേണ്ട. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് കണ്ടനുഭവിക്കുന്നവർക്ക് പറ്റുള്ളൂ. ജീവിതമാണ്, യഥാർത്ഥ ജീവിതമാണ്. അപ്പോൾ ഈ ഡഫേദാറിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ഈ ഡ്രസ്സില്ലാതെ അയാൾക്കൊരു ജീവിതം ചിന്തിക്കാൻ പറ്റില്ല. അയാളുടെ ലോകം എന്ന് പറഞ്ഞാൽ അയാളും അയാളുടെ സുഹൃത്തുക്കളുമാണ്. ഇയാളുടെ മക്കൾ മാത്രമല്ല, അയാളുടെ ചുറ്റുപാടുള്ളവരൊക്കെ സഹോദരി സഹോദരന്മാരായിട്ട് കാണുന്ന ജനസേവകനായ ആത്മാർത്ഥതയും ആത്മീയതയും ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റുപാടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിൽ പോവുകയും അത് സാധിച്ചു കൊടുക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ സ്വന്തം മക്കളോ, അതാണ് ഇതിൻ്റെ ചോദ്യം, അതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ മക്കളുടെ ഒരു ജനറേഷൻ്റെ കഥയാണ് ഇത് പറയുന്നത്. നമ്മൾ ഇവരൊക്കെ ഇല്ലാതാവുമ്പോഴാണ് ഇവരുടെ ഒരു മൂല്യം. നമ്മൾ അനാഥരായിത്തീരുന്നു. അച്ഛനും അമ്മ ഇല്ലാതാവുമ്പോൾ നമുക്ക് ആരും ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ അനാഥരാണ്, നമ്മളാരും. അപ്പോൾ ഉള്ളത്രയും കാലം അവരോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. മറ്റൊന്നുമല്ല, നഷ്ടപ്പെടുമ്പോഴാണ്, എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് ഒരുപാട് സമയം എൻ്റെ ഫാദറിനോടൊപ്പം ചെലവഴിക്കാമായിരുന്നല്ലോ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ടായിരുന്നു, അത് ചോദിച്ചറിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്നോട് പറയാൻ സാധിച്ചില്ലല്ലോ. അവസാനം മരിച്ച് തണുത്ത കാലിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് എല്ലാം തീർന്നല്ലോ എന്ന്. അപ്പോൾ അതിന് ഇടയാക്കാതെ, അതായത് നമ്മൾ ഓണം ക്രിസ്മസ് ഒക്കെ വരും പറയും, ഈ ഓണം എൻ്റെ ഫാദറിൻ്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് എൻ്റെ ഫാദറിൻ്റെ ഒപ്പമാണ്. ഓണത്തിനും ക്രിസ്മസിനും ഉള്ളതല്ല നമ്മുടെ മാതാപിതാക്കൾ. എന്നും ഓണവും ക്രിസ്മസും ആക്കി തീർക്കാൻ ശ്രമിക്കണം. കാരണം അവർ കൊതിക്കുന്നുണ്ടാവും മക്കളോടൊപ്പം ഇരിക്കാനും. നമ്മളുടെ തിരക്കുകാരുടെ കാരണം നമുക്ക് അവരോടത്ത് ചെല്ലാൻ സാധിക്കുന്നുണ്ടാവില്ല. വലിയൊരു മെസ്സേജോ ഫിലോസഫിയല്ല പറയുന്നത്, ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അനുഭവിച്ചവരാണ്. 6 മാസമായിട്ടുള്ള എൻ്റെ ഫാദർ മരിച്ചിട്ട്. അപ്പോൾ അതൊരു വലിയ നഷ്ടബോധം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളും നമുക്ക് കിട്ടിയ സമയം, ഈ ആയുസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ആയുസ് തീരുകയാണ്, അവരുടെ ആയുസ് തീരുകയാണ്. അത് ഓർത്തിട്ട് അവരോടൊപ്പം ചെലവഴിക്കാൻ പറ്റും. എല്ലാ സമയം അവരുടെ അടുത്ത് പോയി ജോലി എടുക്കാണ്ട് ജീവിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. കിട്ടുന്ന സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ അല്ലേ? കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില, കണ്ണു പോയാലും നമുക്ക് ട്രാൻസ്പ്ലാന്റ്, പക്ഷെ അച്ഛനമ്മ ഒരിക്കലും പറ്റില്ല കേട്ടോ, സത്യം. അത് ഒരുപാട് കാര്യങ്ങൾ, മെസ്സേജസ് എല്ലാം വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് അത് വിഷ്വലിൽ കാണുമ്പോൾ ഒരു ഇതായിരിക്കാം, പെട്ടെന്ന് അങ്ങ് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും. രാജാ സാർ ഒരു വയലിൻ കൂടി വായിക്കുമ്പോൾ നമുക്ക് പറയണം പറ്റേ. എന്നും എൻ്റെ ഓർമ്മ, ഞാൻ എൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞാലും ഓർത്തു വെക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി സിനിമയെ പഠിക്കുന്നവർ ഒരു പക്ഷേ ഇത് ഒരു പഠന വിഷയമാക്കി എടുത്തേക്കാം, അത്ര വലിയ സബ്ജക്റ്റ് എന്നല്ല ഉദ്ദേശിക്കും. പക്ഷേ രാജാ സാറ് ബന്ധങ്ങൾ, മൂല്യങ്ങൾ, ഒരു കാലഘട്ടം, ദഫേദാർ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ലോക സിനിമയിൽ ആദ്യമായിട്ടാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയതായിട്ടാണ്. വലിയ ഫാൻ ഫോളോവേഴ്സ് ഒന്നുമില്ല എനിക്ക്, വലിയ ആരാധക വൃന്ദങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ പോലുള്ളൊരു ചെറിയ കലാകാരന് ഇത്രത്തോളം എത്താൻ സാധിച്ചത് ദൈവനിയോഗം. ശരിക്കും ഇതിൽ ടിനിച്ചേട്ടൻ നല്ലോണം ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. രഞ്ജിയുടെ പടങ്ങളാണെങ്കിലും പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിടാറ്. പക്ഷെ നല്ല സിനിമകളാണെങ്കിൽ മാത്രമേ ഞാൻ ഒരുപാട് 10-65 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കം സിനിമകൾക്കാണ് ഞാൻ ഇതുപോലെ പറഞ്ഞുള്ളത്. കാരണം ഞാൻ തൊണ്ട കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഇവന് എല്ലാ പടം ഇറങ്ങിയാലും ഈ വന്ന് ഇങ്ങനെ, അപ്പം തൊണ്ടയാണ് സത്യം എന്ന് പറയണമെങ്കിൽ അതിൽ സത്യമുണ്ടാവും. ഞാൻ തൊണ്ട കൊണ്ട് വന്നതാണ് ഇതുവരെയായിട്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയും പ്രാഞ്ചിയേട്ടനും കടൽ കടന്ന് മാത്തുക്കുട്ടി ഇതെല്ലാം ചിത്രങ്ങൾ തന്നെയായിരുന്നു. ലോഹം എന്ന് പറഞ്ഞ, അപ്പോൾ ഈ സിനിമകൾക്കെല്ലാം പ്രൊമോഷൻ തന്നെ വിടുമായിരുന്നു. ഞാൻ ധൈര്യപൂർവ്വം അതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ രഞ്ജിയേട്ടൻ്റെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇപ്പോൾ വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇതിനു മുൻപ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിരുന്നത്. അതിനിടയ്ക്ക് കുറേ സിനിമകൾ അഭിനയിച്ചെങ്കിലും മോശം ചിത്രങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായി പോവും.
അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല, പക്ഷെ കണ്ടവരെല്ലാം നല്ല പുകഴ്ത്തി പാടി, CDs ഇറങ്ങി, അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയ പടങ്ങളിലെ ഭാഗമാകാൻ സാധിച്ചു. ഈ ചിത്രവും അതുപോലെ തന്നെ തൊണ്ടയെ തൊട്ട് തന്നെ സത്യം ചെയ്താണ്. നിങ്ങൾ തിയേറ്ററിൽ പോയാൽ മറ്റൊരു ചിന്തയിലേക്ക് പോകില്ല. തിയേറ്ററിൽ പോയിട്ട് വേറെ ചിന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ബോറടിച്ചെന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ ഈ സിനിമയിൽ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഒരിക്കലും കൊടുത്ത കാശ് മുതലായില്ലെന്ന് പറയുകയില്ല, പഴിക്കില്ല, അത് ഉറപ്പാണ്. എന്തായാലും ഒരുപാട് നല്ല ടെക്നീഷ്യൻസും ഒരുപാട് എന്താ പറയുക റെക്കഗ്നീഷൻ കിട്ടിയ ടാലൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. ഒരുപാട് നല്ല എന്താ പറയുക സപ്പോർട്ടാണ് ഇനി വേണ്ടത്. അത് പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ എന്നെ ഇപ്പോൾ ഇവനെ കാണാൻ തിയേറ്ററിൽ വന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഞാൻ ഒരു ശതമാനം പോലും ഉഴപ്പാതെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ എന്നെ പറ്റുന്ന ത്യാഗങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിലെ വിജയമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടിക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ വളർന്നതും എന്നെ വളർത്തിയതും എൻ്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. ഞാനൊരു വലിയ സ്റ്റാർ കാസ്റ്റ് ഫാമിലിയിൽ നിന്നോ സ്റ്റാർ ഫാമിലിയിൽ നിന്നോ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാം ദൈവം തന്നെ കൈപിടിച്ച് ഇവിടം വരെ എത്തിച്ചത്. അത് നിങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ തന്ന കൈയടിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഈ സ്ഥാനം വരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് ജനങ്ങളുടെ കൈയ്യടി. ജനങ്ങളുടെ ഇഷ്ടം പോയാൽ എല്ലാം തീർന്നെന്ന് വിശ്വസിക്കുന്നവനാണ്. ഒരു വിമർശനം പോലും എന്നെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ ചെന്നിട്ട് ഇത് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. മറ്റൊന്നുമല്ല, CD ഇറങ്ങിയിട്ട് വിജയിപ്പിച്ചിട്ട് കാര്യമില്ല. തിയേറ്ററിലെ വിജയമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറിന് ആവശ്യം. എന്നെയൊക്കെ വെച്ച് റിസ്ക് എടുത്ത പ്രൊഡ്യൂസറിന് സാമ്പത്തികം തിരിച്ചു കിട്ടണമെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമായി ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്. സത്യസന്ധമായിട്ടും എൻ്റെ തൊണ്ടയെ തൊട്ട് തന്നെ സത്യം ചെയ്യുകയാണ്, ഇത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും. എനിക്കും ഓർത്തു വെക്കാനുള്ള സന്തോഷം നിങ്ങൾ തരണമെന്ന് അപേക്ഷിക്കുന്നു.